ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ നല്ല അടിപൊളി ഒരു ടിപ്പായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ടിപ്പ് ആരും അറിയാതെ പോകരുത് കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ കുട്ടികൾക്കും ചെയ്യാം. വീട്ടമ്മമാരല്ലേ നമ്മൾ എങ്ങും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, അപ്പോൾ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. വീട്ടിൽ ജോലി ചെയ്യുന്നതിൻ്റെ ടൈമിൽ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ്സ് മതി. ഇത് എളുപ്പം റെഡിയാക്കി നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഏത് ജോലി വേണമെങ്കിലും ചെയ്തോ, അതിനുശേഷം ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വളരെ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ. ഇത് കടലമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തർക്കും ആവശ്യത്തിന് എടുക്കുക. ഞാനിവിടെ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ഫിലിം സ്റ്റാറുകൾ പോലും യൂസ് ചെയ്യുന്നത് കടലമാവാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഞാൻ നല്ല നീരുള്ള ഒരു നെക്ക് കൊള്ളുന്ന ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതായത് അപ്പം നല്ല പഴുത്താണെങ്കിൽ നല്ല നീര് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പകുതി ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കടലമാവിൻ്റെ ആവശ്യത്തിൻ്റെ നീരേ എടുക്കാറുള്ളൂ. ഒരുപാടായിപ്പോയാൽ ഭയങ്കര ലൂസായിപ്പോയി, അപ്പം നമുക്ക് ഫേസിലിടുമ്പം സെറ്റ് ആവത്തില്ല. ഞാനിപ്പോൾ എടുത്ത കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വീട്ടമ്മമാർ ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു 5 മിനിറ്റ്സത്തെ കാര്യമേ ഉള്ളൂ. കയ്യിലും കാലിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ സാധിക്കും. നല്ല ഡിഫറൻസ് അറിയാം. നമുക്കത് വെച്ചാൽ നല്ല ഡിഫറൻസ് എന്ന് വെച്ചാൽ നിങ്ങളൊരു 1 വീക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് അറിയാൻ സാധിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരുപാട് ടിപ്സുകൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവർ തന്നെ ഒരുപാട് ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഞാൻ 1 മിനിറ്റ് ഇങ്ങനെ ഫിംഗർ വെച്ചാക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മുഖം വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുവാണെങ്കിൽ, അതുപോലെ വിയർത്ത് ഒഴുകി നിൽക്കുവാണെങ്കിൽ അതേപോലെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സത്തെ കാര്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഞാനൊന്ന് റൗണ്ടിലാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ല. ഇതേപോലെ ഒന്ന് റൗണ്ടിലൊന്ന് തേച്ച് കൊടുക്കണം. നന്നായിട്ട് മസാജ് ചെയ്യുന്ന പോലെയൊക്കെ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കഴുത്തിനും തേച്ച് കൊടുക്കണം കേട്ടോ. കഴുത്തിൽ മുകളിലോട്ട് വേണം തേച്ച് കൊടുക്കാൻ, താഴോട്ടല്ല മുകളിലോട്ട് വേണം തേച്ച് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ എല്ലായിടം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 1 മിനിറ്റ്സ് ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യുന്നുണ്ട്. ചുമ്മാ റൗണ്ട് മസാജും അതുപോലെ മൂക്കിൻ്റെ 2 ഭാഗവും കണ്ണിൻ്റെ വട്ടത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കവിളൊക്കെ ഇങ്ങനെ മുകളിലോട്ടാക്കി കൊടുക്കണം. അങ്ങനെ ഒരു 1 മിനിറ്റ് ഞാൻ ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഡ്രൈ ആകാൻ വെക്കുന്നുണ്ട് കേട്ടോ. അന്നൊരു 50 മിനിറ്റ്സ് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും കണ്ടില്ലേ. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഗ്ലോ അറിയാൻ സാധിക്കും. നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. നല്ലൊരു ചേഞ്ചസ് ആണ് കണ്ടില്ലേ. നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ചേഞ്ചസ് അറിയാൻ പറ്റും. നല്ലൊരു ഗ്ലോ എന്ന് വെച്ചാൽ നല്ല ഗ്ലോ അറിയാൻ പറ്റും. നിങ്ങൾ എല്ലാവരും പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.